ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമറ്റർ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2024 ക്രാഷ് കോഴ്സിന്റെ മൂന്നാമത്തെ ഡേ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ ജോമെട്രി എന്ന ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അത് ജോമെട്രി ബേസിക് ജോമെട്രി എന്ന ഒരു ടോപ്പിക്കിലെ അത്യാവശ്യം കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് ചെയ്യുവാണ്. പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതിനു മുന്നേ നമ്മൾ CGL വേണ്ടി 30 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മിക്സഡ് ആയിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് ചെയ്തു, 10-15 ക്വസ്റ്റ്യൻസ് ചെയ്തു. രണ്ടാമത്തെ ക്ലാസ്സിൽ ആവറേജിന്റെ 10 ക്വസ്റ്റ്യൻസ് ചെയ്തു, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള. ഇന്ന് നമ്മൾ ജോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരുപാട് പേര് അഡ്വാൻസ് മാത്സ് വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് അഡ്വാൻസ് മാത്സ് ആയിട്ടുള്ള ജോമെട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാം, എങ്ങനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയിട്ട് എക്സാമിന് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയുന്നു, ഈ ക്രാഷ് കോഴ്സിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് കിട്ടും. ജസ്റ്റ് വാല്യൂ മാത്രം ചേഞ്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് സീരിയസ് ആയിട്ട് ഇതിന്റെ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു വാല്യൂ മനസ്സിലാക്കി എല്ലാവരും കറക്റ്റ് ആയിട്ട് ആദ്യമേ കണ്ട അതേ ആവേശത്തിൽ തന്നെ. ഇപ്പൊ സാധാരണ ചെയ്യുന്നത്, നിങ്ങൾ സ്ട്രാറ്റജി വീഡിയോക്കൊക്കെ ഒരുപാട് വ്യൂസും ഫസ്റ്റ് വീഡിയോയ്ക്ക് ഒരുപാട് വ്യൂസ് ആയിരിക്കും. പിന്നെ ആൾക്കാരുടെ എണ്ണം ഗ്രാജുവലി കുറയും. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഠിത്തത്തിനുള്ള താല്പര്യം കുറഞ്ഞു പോകുന്നത് കൊണ്ടായിരിക്കാനാണ് ചാൻസ്. അപ്പൊ അതെന്ത് ചെയ്യുക, അത് മാക്സിമം അത് അവോയ്ഡ് ചെയ്തിട്ട് ക്ലാസ്സുകളിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ, ഞാൻ പറയുന്നതിനേക്കാളും ബെറ്റർ മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിലാണ് പോകുന്നത്, അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഇതിലും പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ. അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ മെത്തേഡ്സിൽ ഇംപ്രൂവ്മെന്റിന് സ്കോപ്പ് ഉണ്ടെങ്കിൽ അത് ദയവായിട്ട് അത് ഇംപ്രൂവ് ചെയ്യുക. അല്ലെങ്കിൽ ബാക്കിയുള്ളവരെക്കായി നിങ്ങൾ പിന്നിലായി ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. മെത്തേഡ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്റെ കൈ നല്ല മെത്തേഡാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് സെറ്റായിട്ട് പോകാനാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് ദയവായിട്ട് പഠിക്കുക, കാരണം ബാക്കിയുള്ളവരും അത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ മാക്സിമം ഇത് എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ കേരളത്തിന് വേണ്ടി, നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഉള്ള ചാനലിനേക്കാൾ മികച്ച കണ്ടന്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഈ നോർത്ത് ഇന്ത്യൻ ചാനൽ ആണ് റെഫർ ചെയ്ത് കൊടുക്കുന്നത്. നമുക്കത് മാറണം, നമ്മളുടെ മലയാളത്തിൽ നിന്ന് ചാനൽ വരണം. അതിനുവേണ്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. മാക്സിമം അത് നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ മലയാളികളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ടുള്ള കണ്ടന്റുകൾ നന്നായിട്ട് പഠിച്ച് അത് നിങ്ങളുടെ എക്സാമിന് യൂസ് ചെയ്യും. എക്സാമിന് എന്ത് ചെയ്യാം, അത് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഗിവൻ ഫിഗർ PQR എന്ന് പറഞ്ഞാൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഡയമീറ്റർ PS എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗിൾ ബൈസെക്ടർ ഓഫ് ആംഗിൾ P ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് RT റേഷ്യോ RQ? RTയുടെയും RQന്റെ റേഷ്യോ ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ ഇതാണ് ക്വസ്റ്റ്യൻ ഫിഗർ, എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ തന്നെ എന്ത് ചെയ്യുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എക്സാമിന് നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുന്നത് നിങ്ങൾ ഫിഗർ വരയ്ക്കേണ്ടി വരും. ക്വസ്റ്റ്യൻ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് കുറച്ച് ഈ ക്രാഷ് കോഴ്സിൽ ഞാൻ കുറച്ച് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ഈ ഒരു പുതുതായിട്ട് തുടങ്ങിയ ആൾക്കാർക്ക് ചിലപ്പോൾ ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ബേസിക് ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, PRQ, പിന്നെ PS ഉണ്ട്, PS അത് ആംഗിൾ ബൈസെക്ടർ ആണ്, ഇത് T ആണ്. ഇനി തന്നിട്ടുള്ള എന്താ, PQR ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതായത് PQR ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വലും ആണ്, എല്ലാ ആംഗിളും ഈക്വലും ആണ്. ഡയമീറ്റർ ആണ് PS, ഡയമീറ്റർ ആണ്. ഇപ്പൊ PS എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്, അപ്പൊ അത് ആംഗിൾ ബൈസെക്ടർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമുക്ക് ഫസ്റ്റ് കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എല്ലാ ആംഗിളും എത്ര ആയിരിക്കും, 60 ഡിഗ്രി ആണ്. PRQ ഇക്വലാറ്ററൽ ആയതുകൊണ്ട് എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കും. അതുപോലെ എല്ലാ ആംഗിൾസും ഈ 60 ആണ്, ഇതും 60 ആണ്. പിന്നെ അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ PS എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. അപ്പൊ ഡയമീറ്റർ PS ഡയമീറ്റർ ആയതുകൊണ്ട് ആംഗിൾ PQS എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്, അല്ലെങ്കിൽ സെമി സർക്കിളിലെ ആംഗിളാണ്. സെമി സർക്കിൾ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ഒരു ടോട്ടൽ ആംഗിൾ എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. ഈ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്, ഇത് മൊത്തത്തിൽ 60 ആണ്. അപ്പൊ ഇത് എത്ര ആയിരിക്കും, ഇത് 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 30, 90, 60 90 ട്രയാങ്കിൾ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് 30, 60, 90 ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടീസ് അറിയാത്ത ആരും കാണത്തില്ല. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പഠിച്ചോളുക. ഇപ്പൊ ഒരു ട്രയാങ്കിളിനകത്ത് ഇത് 90 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഒരു യൂണിറ്റ് ആണെങ്കിൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് √3 യൂണിറ്റ് ആയിരിക്കും. സൈഡിന്റെ വാല്യൂ പറയുന്നത് കേട്ടോ. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 2 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 2 യൂണിറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അതേ റേഷ്യോ നമുക്ക് അപ്ലൈ ചെയ്യാം. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഞാൻ ഈ PTQ എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എടുത്തിട്ടുള്ളത്. 30ന്റെ ഓപ്പോസിറ്റ് 1 യൂണിറ്റ്, നമ്മുടെ 60ന്റെ ഓപ്പോസിറ്റ് 60 ഏതാണ്, ഇതാണ് ഏതാ 30, ഇത് 30, ഇത് 60. 60ന്റെ ഓപ്പോസിറ്റ് √3 യൂണിറ്റ്, ഇത്രയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് 1 യൂണിറ്റ് ആണ്. ഇത് 1 യൂണിറ്റ് ആണെങ്കിൽ ഇത് എത്ര യൂണിറ്റ് ആണ്,
ഇത് ഒരു യൂണിറ്റ് ആണ്. പി ക്യൂ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ്. ശ്രദ്ധിക്കണം ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, നിങ്ങളുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യം മാത്രം എത്രത്തോളം നിങ്ങൾ ജിയോമെട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് അവർ നോക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പി ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ആണ്. പി ടി എന്ന് പറഞ്ഞാൽ 2 യൂണിറ്റ് തന്നിട്ടുള്ളത്. അപ്പൊ പി ക്യൂ ഒരു യൂണിറ്റ് ആയതുകൊണ്ട് പി ആറും പി ക്യൂവും ആർ ക്യൂ എന്താണ് ഈക്വൽ തന്നെയാണ്. കാര്യം ഇത് ഇക്വലായിട്ട് ട്രയാങ്കിൾ. അപ്പൊ ഇത് ഒരു യൂണിറ്റ് ആണെങ്കിൽ ഇത് എത്ര യൂണിറ്റ് ആയിരിക്കും? ഒരു യൂണിറ്റ് ആയിരിക്കും. അപ്പൊ ബാക്കി പി ടി എന്ന് പറയുന്നത് ടോട്ടൽ 2 യൂണിറ്റാണ്. അതിനകത്ത് ആർ പി ഒരു യൂണിറ്റ് ആണ്, കാരണം ഇക്വലായിട്ട് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇത് എത്ര ആയിരിക്കും? ആർ ടി എന്ന് പറഞ്ഞ ടി ആർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ആയിരിക്കും. ഇനി ആർ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ക്യൂവും ആർ പിയും ഓക്കെ കാണുന്നില്ലെങ്കിൽ നമുക്ക് വേറെ കളർ എടുക്കാം. ആർ പിയും ആർ പി ഈക്വൽ ടു ആർ ക്യൂ ഈക്വൽ ടു പി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആണ്, കാര്യം ഇക്വലായിട്ട് ട്രയാങ്കിൾ. അതെല്ലാം എത്ര യൂണിറ്റ് ആണ്? ഒരു യൂണിറ്റ് ആണ്. ഇതൊരു യൂണിറ്റ് ആണ്, ഇതൊരു യൂണിറ്റ് ആണ്, ഇത് ഒരു യൂണിറ്റ് ആണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? ആർ ടി റേഷ്യോ ആർ ക്യൂ ആണ്. അതായത് ആർ ടി ഒരു യൂണിറ്റ് ആണെങ്കിൽ ആർ ക്യൂ എത്ര യൂണിറ്റ് തന്നെ ആയിരിക്കും? ഒരു യൂണിറ്റ് തന്നെ ആയിരിക്കും. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ ചെയ്യാം. ഇത് കാണുമ്പോൾ വലിയ പാടായിട്ട് തോന്നും, പക്ഷെ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, ഡയമീറ്റർ ആണെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ 30, 60, 90 ഡിഗ്രിയുടെ പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്തു. ഇപ്പൊ കുറച്ച് പേർക്കെങ്കിലും ഇത് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റി? നിങ്ങൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി സ്വന്തമായിട്ട് എന്നൊന്ന് പറയുക. നിങ്ങളുടെ ഒരു സെൽഫ് ഇവാലുവേഷൻ ആയിട്ട് അതിലേക്ക് കണക്കാക്കാം. യെസ്, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ടൈം സ്റ്റാമ്പ് വെച്ചിട്ട് ചോദിക്കാവുന്നതാണ്. നന്നായിട്ട് പഠിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. എ ബി സിയിലെ എ എം പെർപെൻഡിക്കുലർ ടു ബി സി ആൻഡ് എ എൻ ഇസ് ദ ബൈസെക്ടർ ഓഫ് എ. വാട്ട് ഇസ് ദ മെഷർ ഓഫ് എം എ എൻ ഇഫ് ബി ഈക്വൽ ടു 55 ആൻഡ് സി ഈക്വൽ ടു 35? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ തന്നെ എത്ര കിട്ടും? 10 ആൻസർ കൊടുക്കും. അപ്പൊ ഇങ്ങനെ നോക്കി തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജോമെട്രിയുടെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തെങ്കിൽ പറ്റും. ഇവിടെ നോക്ക്, എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളില് ഇപ്പം ഇത് പഠിക്കാതെ പോകുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് നന്നായിട്ട് തറവായിട്ട് പോയില്ലെങ്കിൽ ഇത് വരയ്ക്കേണ്ടി വരും, ടൈം വേസ്റ്റ് ആണ്. ഒരാൾ ഇത് ഇത്രയും വരയ്ക്കുന്നതും ഒരാൾ നോക്കി ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തന്നെ മനസ്സിലാക്കാം. ഇതിലും ബെറ്റർ ആയിട്ടുള്ള നിങ്ങൾക്ക് വെർഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇതിനില്ല. അതാണ് എന്റെ സത്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എ എം എന്താണ്? എ എം പെർപെൻഡിക്കുലർ ടു ബി സി ആണ്. എ എം പെർപെൻഡിക്കുലർ ടു ബി സി ആണ്. ഇത് ഒരുപാട് ടൈപ്പ് ചെയ്താൽ മാത്രമേ, ഈ ടൈപ്പ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വേഗത്തിൽ ചെയ്യാൻ പറ്റും. എ എൻ ഈസ് ദ ആംഗിൾ ബൈസെക്ടർ. ആംഗിൾ ബൈസെക്ടർ ആണ്. ഓക്കെ, ആംഗിൾ ബൈസെക്ടർ എ എൻ ആണ്. എ എൻ എന്ന് പറയുന്നത് ആംഗിൾ ബൈസെക്ടർ. നമ്മൾ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് എം എ എൻ? ഇതൊക്കെ നിങ്ങൾ മൈൻഡിൽ തന്നെ ഫിഗർ കൺസിഡർ ചെയ്യാൻ പറ്റും. അതൊക്കെ ആദ്യമേ അല്ല, കുറച്ച് നന്നായിട്ട് പഠിച്ചതിന് ശേഷമാണ് കേട്ടോ, പ്രാക്ടീസ് ചെയ്യുന്ന ശേഷമാണ്. നിങ്ങളുടെ പ്രാക്ടീസ് എത്രത്തോളം ഉണ്ട് എന്നതിനനുസരിച്ചിരിക്കും. ഇപ്പൊ ഈ ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്. ആംഗിൾ ബി എന്നിട്ടുണ്ട് 55, ആംഗിൾ സി എന്നിട്ടുണ്ട് 35. ഇതിന് ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. ഒരു ആംഗിൾ ബൈസെക്ടറിന്റെയും ഒരു പെർപെൻഡിക്കുലറിന്റെയും ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ആ ആംഗിൾ ബൈസെക്ടറോ അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡോ ഉണ്ടാവാത്ത, ജോയിൻ ചെയ്യാത്ത സൈഡിലെ ആംഗിൾസിന്റെ ഡിഫറൻസിന്റെ പകുതിയായിരിക്കും. അതായത് ആംഗിൾ ബി മൈനസ് ആംഗിൾ സി അതിന്റെ പകുതിയായിരിക്കും മോഡുലസ്. ഈ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്ര കിട്ടും? 55 മൈനസ് 35, 20ന്റെ പകുതി എത്ര കിട്ടും? 10 ഡിഗ്രി കിട്ടും. പക്ഷെ ഇത് അറിയാവുന്ന ഒരാൾക്ക് ഇതൊരു പ്രോപ്പർട്ടിയാണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് എല്ലാവരും പഠിച്ചോളാം. ഇതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ജോമെട്രിയിൽ നിന്ന് 2 or 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രിലിംസിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ജോമെട്രി വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ജോമെട്രി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പെർസെന്റേജ് ഒക്കെ പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെയാണ് ജോമെട്രി. അതിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് ജോമെട്രി എന്ന് പറയുന്നത്. ജോമെട്രി ഒരിക്കലും മിസ് ചെയ്ത് കളയരുത്. അഡ്വാൻസ് മാത്സ് എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആക്കാവുന്ന ചാപ്റ്റേഴ്സ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ ആൻസർ എന്ത് നേടി? 10 നേടി. ആ ഒരു പ്രോപ്പർട്ടി പഠിച്ചോളൂ. രണ്ടിനും കൂടെ ഡിഫറൻസിന്റെ പകുതിയായിരിക്കും കേട്ടോ. അടുത്ത് എ ബി സി ട്രയാങ്കിൾ ആണ്. എ ബി 5, എ സി √41, ബി സി 8, എ ഡി ഇസ് പെർപെൻഡിക്കുലർ ടു ബി സി. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി? ഇത് ഫിഗർ വരയ്ക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എ ബി സി ട്രയാങ്കിൾ ആണ്. ഫിഗർ വരയ്ക്കാതെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങളിത് എക്സാമിന് വേണമെങ്കിൽ സെക്കൻഡ് റൗണ്ട് ചെയ്താൽ മതി. ആദ്യം ഒറ്റ നോട്ടത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ഇത് പെടത്തില്ല. ഓക്കെ, എ ബി സി നിങ്ങൾക്ക് അത്ര ഉറപ്പാണെങ്കിൽ മാത്രം പേന എടുക്കാതെ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യായിരുന്നു? ആദ്യം തന്നെ നോക്കി ചെയ്യായിരുന്നു. ഇത് നമുക്ക് നോക്കി ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എ ബി എന്ന് പറഞ്ഞാൽ 5 ആണ്, എ സി എന്ന് പറഞ്ഞാൽ √41 ആണ്, ബി സി എന്ന് പറഞ്ഞാൽ 8 ആണ്. എ ഡി പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നുണ്ട്. അവരെന്താണോ പറഞ്ഞത് അത് കറക്റ്റ് ആയിട്ട് വരയ്ക്കാം. എ ഡി പെർപെൻഡിക്കുലർ ആണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് അഡ്വാൻസ് മാത്സ് ക്ലാസ്സുകൾ ചെയ്യുന്നതിന് കാരണം നിങ്ങളുടെ റെസ്പോൺസിന്റെ കുറവ് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ എത്രത്തോളം റെസ്പോൺസ് തരുന്നു അതിനനുസരിച്ച് അഡ്വാൻസ് മാത്സിന്റെയും ക്ലാസ്സുകൾ എന്ത് ചെയ്യും? ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഷെയർ ചെയ്യുന്നു, എത്ര വ്യൂസ് ഉണ്ട്, അതൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും? കൂടുതൽ ക്ലാസ്സുകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അത്രേ ഉള്ളൂ. യെസ്, അപ്പോൾ എ ഡി തന്നിട്ടുണ്ട്. എത്ര? എ ഡി പെർപെൻഡിക്കുലർ ആണ്. വാട്ട് ഇസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി? വേറെ ഒന്നും തന്നിട്ടില്ല. എ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡി എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ്. നമുക്ക് എന്ത് വേണം? ഇതിന്റെ ഏരിയ വേണം. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ഇവിടെ ഒരു തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ കൊസൈൻ ലോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കൊസൈൻ ലോ എന്ന് പറഞ്ഞാൽ എന്താ? 3 സൈഡുകളും അല്ലെങ്കിൽ 2 സൈഡുകളും ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡുകളും ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാം. ആ ഒരു പ്രോപ്പർട്ടിയാണ് കൊസൈൻ ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ തന്നിരുന്നാൽ ഏതെങ്കിലും ഒരു സൈഡിലെ തീറ്റ അല്ലെങ്കിൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം.
അപ്പോൾ കൊസൈൻ്റെ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പറയാം കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ തീറ്റ കോസ് അറിയാത്തവർ ഇപ്പൊ പഠിച്ചോളാം കേട്ടോ. ഇവിടുത്തെ കോസ് തീറ്റ, ഇവിടുത്തെ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഇവിടുത്തെ ആണെങ്കിൽ ഇതിനനുസരിച്ച് അതുണ്ടാക്കുന്ന അതുണ്ടാക്കുന്ന സൈഡ് ഏതാ, എ ബിയും ബി സിയും ആണ്. അതിന്റെ സ്ക്വയറുകളുടെ സം, 5ന്റെ സ്ക്വയറും 8ന്റെ സ്ക്വയറും എത്രയാണ്, 25 64 89 മൈനസ് നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ സ്ക്വയർ 41 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആ തീറ്റ ഉണ്ടാക്കുന്ന സൈഡുകളുടെ പ്രോബ്ലം 2 ഇൻറ്റു 5 ഇൻറ്റു 8. നമുക്ക് എത്ര കിട്ടും ഇത്, 49 89 മൈനസ് 41 എന്ന് പറയുമ്പോൾ 48 ബൈ എത്രയാണ്, 48 ബൈ 48 80 കിട്ടും. 48 ബൈ 80 16 കൊണ്ട് കിട്ടുമ്പോൾ 3 ബൈ 5 കിട്ടും. അതായത് കോസ് തീറ്റയുടെ വാല്യൂ എന്ത് കിട്ടി നമുക്ക്, കോസ് തീറ്റയുടെ വാല്യൂ 3/5 എന്ന് കിട്ടി. ഇപ്പൊ കോസ് തീറ്റ 3/5 എന്ന് കിട്ടുമ്പോൾ നമുക്ക് അവിടെ നമ്മളെ ട്രിഗ്നോമെട്രിയും കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യേണ്ടി വരും. ട്രിഗ്നോമെട്രി ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ട്രിഗ്നോമെട്രി ഇവിടെ ആഡ് ചെയ്യുന്നത്, ഇത് 90 ഡിഗ്രി ഓൾറെഡി തന്നിട്ടുണ്ട്. ഇപ്പൊ ട്രയാങ്കിൾ ഇത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ABC ഇത് 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി ആണെങ്കിൽ കോസ് തീറ്റ തന്നിട്ടുണ്ട് 3/5. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസന്റ് സൈഡ് 3 യൂണിറ്റ് ആണെങ്കിൽ ഹൈപ്പോട്ടനസ് 5 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എത്ര ആയിരിക്കും, 4 യൂണിറ്റ് ആയിരിക്കും. 3 4 5 നമ്മുടെ പൈതഗോറൻ ട്രിപ്ലറ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 5ന്റെ വാല്യൂ ആണ് 5 സെന്റിമീറ്റർ എന്ന് ഓൾറെഡി അവർ തന്നിട്ടുള്ളത്. അപ്പൊ 3ന്റെ വാല്യൂ ഇത് 5 ആണെങ്കിൽ ഇത് 3 ആണ്. 5 യൂണിറ്റ് ആണെങ്കിൽ 3 യൂണിറ്റ്. 5 യൂണിറ്റിന്റെ വാല്യൂ 5 സെന്റിമീറ്റർ ആണെങ്കിൽ 3 യൂണിറ്റിന്റെ വാല്യൂ എത്രയാണ്, 3 സെന്റിമീറ്റർ. അപ്പൊ ഇത് എത്ര ആയിരിക്കും, 4 സെന്റിമീറ്റർ ആയിരിക്കും. ചോദിച്ചിരിക്കുന്നത് എന്താ, ട്രയാങ്കിൾ എ ബി ഡിയുടെ ഏരിയ അല്ലേ. അപ്പൊ 5 3 4 3 4 5 സൈഡുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഹാഫ് ഇൻറ്റു ആ ഒരു പെർപെൻഡിക്കുലർ ഇൻറ്റു ബേസ്, അതായത് ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ നമുക്ക് 3 × 2 6 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇത് ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഇത്രയൊന്നും വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല. ഇതൊക്കെ മൈൻഡിൽ ചെയ്യാവുന്ന കാൽക്കുലേഷൻസ് ആണ്. എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കണം. എന്നിട്ട് ആ ഒരു കൊസൈൻ ലോ അപ്ലൈ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്തത്. കൊസൈൻ ലോ എന്ന് പറഞ്ഞാൽ ഒരു സംഭവമില്ല. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ കൊസൈൻ ലോ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അല്ലാതെ ഇത് ഇക്വേഷൻ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, ഇതിപ്പോ ഇക്വേഷൻ ആണ് കൊസൈൻ ലോ, കോസ് തീറ്റ ഈക്വൽ ടു ബി സ്ക്വയർ സി സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും ജന്മത്തെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കത്തില്ല. ഇങ്ങനെ ഒന്ന് പഠിച്ചു നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് തീറ്റ ആംഗിൾ ഉണ്ട്. ഏത് സ്ഥലത്തുള്ള ആംഗിളാണ് നിങ്ങൾക്ക് വേണ്ടത്, ആ ആംഗിളിന്റെ കൊസൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് ആ ആംഗിൾ ഉണ്ടാക്കുന്ന രണ്ട് സൈഡിന്റെയും സ്ക്വയറുകളുടെ സമ്മ് മൈനസ് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആ ഒരു തീറ്റ ഉണ്ടാക്കുന്ന രണ്ട് സൈഡുകളുടെ പ്രോഡക്റ്റ്. ഇപ്പൊ ഇവിടുത്തെ കോസ് തീറ്റ ഈ ആംഗിളാണ് വേണ്ടെന്നെങ്കിലോ, ഇത് ആൽഫയാന്ന് വെച്ചു. ഇപ്പൊ കോസ് ആൽഫ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും, അതുണ്ടാക്കുന്ന സൈഡ് √41 8 അതിന്റെ സ്ക്വയർ കൂട്ടുക 64 41 105 മൈനസ് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ സ്ക്വയർ 25 കുറയ്ക്കുക ഡിവൈഡഡ് ബൈ എന്താണ് 2 ഇൻറ്റു √41 ഇൻറ്റു 8, അതായത് 2 ഇൻറ്റു 8 ഇൻറ്റു √41. ഇതായിരിക്കും അതിന്റെ വാല്യൂ. 60 സംതിങ് എന്തോ വാല്യൂ വരും. അതായിരിക്കും ഇവിടുത്തുള്ള കോസിന്റെ വാല്യൂ. ഓക്കെ, ഇതാണ് കൊസൈൻ ലോ എന്ന് പറയുന്നത്. ഇത് തന്നെ നമുക്ക് 2 രീതി തിരിച്ചൊക്കെ എഴുതാം. പക്ഷെ ഇതാണ് സംഭവം. ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം, അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, യെസ്, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതും അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻ. അടുത്ത്, മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ ഹാവിംഗ് ലെങ്ത് ഇത്രയാണ്. വാട്ട് ഇസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ? അപ്പോൾ ഞാനിത് എക്സാമിന് ചെയ്യുവാണെങ്കിൽ ഒന്നും ഇല്ല, 4/3 എഴുതും. ഞാൻ വേറെ ഒന്നും എഴുതില്ല. 4/3 ഇൻറ്റു ഇതിന്റെ ഏരിയ നമുക്കറിയാം 9 × 24 ആണ്. 9 × 24 ആണ്. 9 × 8 72 × 4 288. ഈ ക്വസ്റ്റ്യൻ എന്ത് വേണ്ട, പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് തന്നെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. ഇത് ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള പ്രാക്ടീസ് കൂടിയേ തീരും. ഇപ്പൊ ജോമെട്രിയുടെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് മാത്സ് ക്വസ്റ്റ്യൻസ് പേന എടുക്കാതെ ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. അരിത്തമെറ്റിക് മാത്രമല്ല പേന എടുക്കാതെ ചെയ്യാൻ പറ്റുന്നത്. അതിന് ആ ഒരു മെത്തേഡുകൾ പഠിക്കണം. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താണ്, ഒരു ട്രയാങ്കിളിന്റെ മീഡിയന്റെ ലെങ്ത് ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഫോമിലേക്ക് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഫോർമുലസ് ആണ്. 4/3 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ മേഡ് ബൈ മീഡിയൻസ് ആസ് സൈഡ്. അതായത് മീഡിയൻ സൈഡായിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്ന ഏരിയയുടെ 4/3 ടൈംസ് ആയിരിക്കും നമ്മളുടെ ഏരിയ ഓഫ് ആ ഒറിജിനൽ ട്രയാങ്കിൾ. എന്തിന്റെയാണോ മീഡിയം ലെങ്ത് തന്നിട്ടുള്ളത് അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് കിട്ടും? 4/3 ഇൻറ്റു ഇനി ഈ 18 24 30 കാണുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് 6 വെച്ച് കിട്ടുമ്പോൾ 3 4 5 റേഷ്യോ. അതായത് ഇതെന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ആ റേഷ്യോയിലാണ് വരുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് 18 ഇൻറ്റു 24. ഇതൊക്കെ മൈൻഡിൽ ചെയ്യാവുന്ന കാൽക്കുലേഷനേ ഉള്ളൂ. 6 3 എത്ര 6 × 24. ഓക്കെ, എവിടെയെങ്കിലും തെറ്റിയോ? 4/3 1/2 ഇൻറ്റു 18 ഇൻറ്റു 24 72 × 4 288. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണെന്ന് പറയാം, പക്ഷേ ഇത് അറിയാവുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ക്വസ്റ്റൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുത്ത് ഫിഗർ ഒക്കെ വരച്ച് ചെയ്യേണ്ടി വരും. പേന എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ.
സമയം കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ആവറേജിന്റെ ക്ലാസ് ചെയ്തപ്പോൾ കുറെ പേര് കമന്റ് ഇട്ട് കണ്ടു, ഈ മെത്തേഡ് അറിയാമെങ്കിലും ഞാൻ ചെയ്ത ആ ഒരു കാൽക്കുലേഷൻ, ആ രീതി ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, അത് നിങ്ങൾ ചേഞ്ച് ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു സ്കോറിൽ നിന്നും ഇപ്പൊ 100, 110 നിൽക്കുന്ന ടീം 150 എത്തണമെങ്കിൽ നല്ല സമയം എടുക്കുന്ന കാര്യമാണ്. അത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് നിങ്ങളുടെ അപ്രോച്ചിൽ ചേഞ്ച് വരണം. അപ്പൊ അതെങ്ങനെ ചേഞ്ച് വരുത്താം എന്നുള്ളതാണ് ഈ ക്രാഷ് കോഴ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ ക്ലാസ്സുകളും ഇതേ ക്വാളിറ്റി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇതേ ലെവലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഓക്കെ, അടുത്ത് നോക്കും. ട്രയാങ്കിൾ എ ബി സിയിലെ എ ഡി മീഡിയൻ ആണ്, എ ഡി ഹാഫ് ബി സി ആണ്, എ സി ഡി 40. വാട്ട് ഈസ് വാല്യൂ ഓഫ് ഡി? ഇവിടെ വേറെ നമുക്ക് നോക്കിയിട്ടൊന്നും കാര്യമില്ല, പേന എടുക്കാനൊന്നും ട്രൈ ചെയ്യേണ്ട. ഇത് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. എ ബി സി ട്രയാങ്കിളില് 80% ക്വസ്റ്റിനും നിങ്ങൾ ഫിഗർ കറക്റ്റ് ആയിട്ട് വരച്ചാൽ അവിടെ തീർന്നു. ഇപ്പൊ എ ഡി എന്ന് പറഞ്ഞാൽ മീഡിയൻ ആണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യും. എ ഡി എന്ന് പറഞ്ഞാൽ ഹാഫ് ബി സി ആണ്, അതായത് ബി സിയുടെ പകുതിയാണ്. ബി സിയുടെ പകുതി എന്ന് പറഞ്ഞാൽ ഓൾറെഡി മീഡിയൻ ആണ്. അതുകൊണ്ട് ബി സി 1 ആണെങ്കിൽ എ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഡി എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ബി സി. ബി സി 2 യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ പകുതി 1 യൂണിറ്റ് തന്നെയാണ് ആരെന്ന് പറയുന്നത്, എ ഡി. ഇതൊന്ന്. എ സി ഡി 40 ആണ്. എ സി ഡി ഇത് 40 ഡിഗ്രി ആണ്. ഇത് 40 ഡിഗ്രി ആണെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താ പ്രോപ്പർട്ടി? ഇതൊന്നും രണ്ടും എന്താണ്, ഈക്വൽ ആണ്. ഈ ആംഗിളും ഈ സൈഡും എ ഡിയും ഡി സിയും ബി ഡി ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇത് 40 ആണെങ്കിൽ ഇത് 40 തന്നെ. നമുക്ക് എന്താ പറയുന്നത്, വാട്ട് ഈസ് വാല്യൂ ഓഫ് ഡി എ ബി? ഈ ആംഗിളാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കറിയാം ഇത് 40 ആണ്, ഇത് 40 ആണ്. അപ്പൊ ഇത് എത്ര ആയിരിക്കും വാല്യൂ? ഇത് 80 ഡിഗ്രിയാണ്. 80 ഡിഗ്രി. കാര്യം ഇത് എക്സ്റ്റീരിയർ ആംഗിൾ തിയറം. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് 100 ആണ്. ടോട്ടൽ സ്ട്രെയിറ്റ് ലൈനിലുള്ള ആംഗിൾ 180 ആണ്. അപ്പൊ 180 അവിടെ വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റീരിയർ ആംഗിൾ തിയറം ഉണ്ട്. അതായത് ഇവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സി ബി എന്ന് പറഞ്ഞ ലൈൻ നീട്ടി വരയ്ക്കുന്നതല്ലേ, ഇതെന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എ ഡി സിയുടെ എക്സ്റ്റീരിയർ ആംഗിളാണ്. അതെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. 40 ഇത് 80 ആണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് 80 നമുക്ക് ഏതാ, ഈ ആംഗിളാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതും എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിൾസും എന്ത് തന്നെ ആയിരിക്കും, ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് 80 ആണെങ്കിൽ ബാക്കി ടോട്ടൽ ബാക്കി ടോട്ടൽ എന്തായിരിക്കും, 100 ആണ്. 100 ആണെങ്കിൽ ഇത് 50, ഇത് 50 ആയിരിക്കും. അപ്പോ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡി എ ബി? ഡി എ ബി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ്. അതായത് എത്ര നീട്ടി, 50 നീട്ടി. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, പി ക്യു ആർ എസ് ഒരു സ്ക്വയർ ആണ്. ഓക്കെ, ആയിക്കോട്ടെ, സ്ക്വയർ ആയിക്കോട്ടെ. എം ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് പി ക്യു, എൻ ഇസ് ദ പോയിന്റ് ഓഫ് ക്യു ആർ സച്ച് ദാറ്റ് എൻ ആർ ഈസ് 2/3 ഓഫ് ക്യു ആർ, ഏരിയ ഓഫ് എം ക്യു എന്നുകൊണ്ട് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി ആർ? ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾ വരയ്ക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് റൗണ്ടിൽ ചെയ്തതാണ്. ഓക്കെ, പി ക്യു ആർ എസ് എന്താണെന്ന് പറഞ്ഞേ, ഒരു സ്ക്വയർ ആണ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡുകളും ഈക്വൽ ആണ്, എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണ്. എം ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് പി ക്യു, പി ക്യുവിന്റെ മിഡ് പോയിന്റ് ആണ് എം എന്ന് പറയുന്നത്, പകുതി. എൻ ഈസ് എ പോയിന്റ് ഓൺ ക്യു ആർ സച്ച് ദാറ്റ് എൻ ആർ ഈസ് 2/3 ഓഫ് ക്യു ആർ. ക്യു ആറിന്റെ 2/3 ആണ്. ഇത് 2 ആണെങ്കിൽ ടോട്ടൽ 3 ആണ്. എനിക്ക് എന്ന് പറഞ്ഞാൽ 1 വരും. ഓക്കെ അല്ലെ, ടോട്ടൽ 3 ആണെങ്കിൽ 2/3 ഓഫ് ക്യു ആർ. ക്യു ആർ 3 യൂണിറ്റ് ആണെങ്കിൽ എൻ ആർ എന്താണ്, അതിന്റെ 3ന്റെ 2/3. 3 × 3/2. 2/3. 3 × 2/3 ഞാൻ 2 കിട്ടും. ഇത് 2 ആണെങ്കിൽ ടോട്ടൽ 3 ആണെങ്കിൽ ഇത് 1 ആണ്. ഓക്കെ, എം ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് പി ക്യു. മിഡ് പോയിന്റ് ഓഫ് പി ക്യു. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഇത് 3 യൂണിറ്റ് എടുത്താൽ ഇത് 3 യൂണിറ്റ് എടുക്കേണ്ടി വരും. നമുക്ക് 3 യൂണിറ്റിലോട്ട് പോകേണ്ട, ഒരു ഈവൻ നമ്പറിലോട്ട് എടുക്കാം. കാര്യം മിഡ് പോയിന്റ് എടുക്കണ്ടേ. അപ്പൊ ഞാൻ ഈ ടോട്ടലിനെ 6 ആയിട്ട് എടുക്കാം. 3ന്റെ ഇരട്ടി 6. ഇത് 6. ഇത് 6 ആണെങ്കിൽ ഇത് 3 ആയിരുന്നെങ്കിൽ 2 ആയിരുന്നു. 6 ആണെങ്കിൽ എന്ത് വരും, അതിന്റെ ഇരട്ടി. ഇത് അതിന്റെ ഇരട്ടി. 4, 2 വന്നു. ടോട്ടൽ ഇത് എത്രയാണ്, 6 ആണ്. മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഇത് 3, ഇത് 3. ഓക്കെ, ഇത്രയും വരെ ഓക്കെ ആണ്. ഇത് 90 ഡിഗ്രി. ഏരിയ ഓഫ് എം ക്യു എൻ, അതായത് ഈ ഒരു ട്രയാങ്കിൾ എം ക്യു എൻ, ഇതിന്റെ ഏരിയ നമുക്ക് എത്ര കിട്ടുന്നത്, 1/2 × 3 × 2. അപ്പൊ 3 ഇൻറ്റു വരുന്നതുകൊണ്ട് യൂണിറ്റ് കൊടുക്കാൻ പറ്റത്തില്ല, എക്സ് ഇടേണ്ടി വരും. 1/2 × ഇവിടെ 3ക്ക് വരാൻ 3x കൊടുക്കാം. ഒറിജിനൽ വാല്യൂ, ഇത് റേഷ്യോ അല്ലേ, നമ്മൾ എടുത്ത റേഷ്യോ ആണ്. 3x × 2xന്റെ വാല്യൂ ആണ് നമുക്കുള്ളത് 48. നമുക്ക് എന്ത് ചെയ്യാം, 2 പോയി x² വാല്യൂ നമുക്ക് 48/3 16 വരും. എക്സിന്റെ വാല്യൂ എത്രയാണ്, 4 ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി ആർ? പി ആർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡയഗണൽ ആണ്. അപ്പൊ ഡയഗണൽ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൈഡ് എത്ര വരും, 6 യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ 6x ആണ്. എക്സിന്റെ വാല്യൂ 4 ആയതുകൊണ്ട് സൈഡ് 24 ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയഗണൽ ഓഫ് എ സ്ക്വയർ വിത്ത് സൈഡ് എ എന്ന് പറഞ്ഞാൽ √2a ആണ്. √2a ആണ്. അപ്പൊ നമ്മുടെ ആൻസർ വരും √2 × 24, അതായത് 24√2. നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കൊടുക്കാം. നിങ്ങൾ ഇത് എത്ര സ്പീഡിൽ ചെയ്യാമെന്നോ അത്രയും നല്ലതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാം മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
ആ ഒരു ടൈം നിങ്ങൾക്ക് ടാഗ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ട്രയാങ്കിൾ എ ബി സിയില് ഡി ഈസ് എ പോയിന്റ് ഓൺ ബി സി. എ ബി സിയില് ഡി ഈസ് എ പോയിന്റ് ഓൺ ബി സി, എ ബി ഈസ് പ്രൊഡ്യൂസ്ഡ് ടു ഇ ആൻഡ് എ സി ഈസ് പ്രൊഡ്യൂസ്ഡ് ടു എഫ്. അപ്പൊ ഇതൊക്കെ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ തന്നെ വളരെ വേഗത്തിൽ ചെയ്യാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എത്രത്തോളം ഇത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒരു വട്ടമെങ്കിലും നന്നായിട്ട് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടായിരിക്കും പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. എ സർക്കിൾ ഈസ് സർക്കിൾ പാസസ് ത്രൂ ഡി ഇ എഫ്. ഡി എഫ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇങ്ങനെ ഇവിടെ ഈ കൂടെയും പോകുന്നുണ്ട്, ഇവൻ എഫിലൂടെയും പോകുന്നു. വലിയൊരു സർക്കിളാണ്. ഇവിടെയാണ് എക്സ് സെന്റർ ഒക്കെ ഉള്ളത്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എ ബി വന്നിട്ടുണ്ട്, എ സി വന്നിട്ടുണ്ട്, ബി സി വന്നിട്ടുണ്ട്. 6.4. നമുക്ക് ബിയുടെ ലെങ്ത് ആണ് വേണ്ടത്. ബി എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ് വേണ്ടത്. നമ്മളൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു കാര്യം പഠിച്ചിട്ടുള്ളത്, നിങ്ങൾ തിയറമായിട്ട് പഠിക്കേണ്ടത് എ ഇ എന്ന് പറയുന്ന ലെങ്തും എ എഫ് എന്ന് പറയുന്ന ലെങ്തും ഈക്വൽ ആണ്. കാര്യം എന്താണ്? ഒരു എക്സ്റ്റീരിയർ പോയിന്റിൽ നിന്നും അല്ലെങ്കിൽ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന ടാൻജൻസിന്റെ ലെങ്ത് ഈക്വൽ ആണ്. അപ്പൊ എ ഇ എ എഫ് ഈക്വൽ ആണ്. അതേപോലെ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഉണ്ടാവുന്ന ട്രയാങ്കിൾ, ഇവിടെയുള്ള ട്രയാങ്കിൾ ഏതാ? ട്രയാങ്കിൾ എ ബി സിയുടെ പെരിമീറ്ററിന്റെ അല്ലെങ്കിൽ പെരിമീറ്ററിന്റെ പകുതി അല്ലെങ്കിൽ എ ബി സിയുടെ എന്തായിരിക്കും? സെമി പെരിമീറ്ററിന്റെ വാല്യൂ. സെമി പെരിമീറ്റർ ആയിരിക്കും. പെരിമീറ്റർ ആയിരിക്കും. അപ്പൊ സെമി പെരിമീറ്ററിന്റെ വാല്യൂ ആയിരിക്കും നമുക്ക് എ ഇ അല്ലെങ്കിൽ എ എഫ് എന്ന് പറയും. നമുക്ക് എ ഇ കണ്ടുപിടിക്കും. കാര്യം ചോദിച്ചേക്കുന്നത് ബിയുടെ വാല്യൂ ആണ്. അപ്പൊ എയുടെ വാല്യൂ എന്ത് വരും? എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെമി പെരിമീറ്റർ ഇതാണ്. 10ഉം 8, 8.6, 6.4 എത്രയാണ്? 15, 15, 10, 25. 25ന്റെ പകുതി സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ബൈ 2 ആണ്. 25ന്റെ പകുതി 12.5. അപ്പൊ 12.5 ആയിരിക്കും. എയും 12.5 ആണ്, എ എഫും 12.5 ആണ്. ഇത് തിയറമാണ്, പ്രോപ്പർട്ടിയാണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? ബിയുടെ മാത്രം ലെങ്ത്. എ ഇ ടോട്ടൽ 12.5 ആണ്. എന്നിട്ട് എ ബി 10 ഉണ്ട്. അപ്പൊ ബാക്കി ബി എത്ര ആയിരിക്കും? 12.5 - 10, 2.5. അപ്പൊ ഇന്ന് പഠിച്ച ഓരോ തിയറംസും ഓരോ ക്വസ്റ്റ്യൻസിലും ഓരോ തിയറം ഉണ്ട്. ആ ഓരോ തിയറത്തിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. ചിലപ്പം 2 കൺസെപ്റ്റുകൾ മിക്സ് ആയിട്ട് വരും. പക്ഷേ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറംസ് ആണ്. ജോമെട്രി പണ്ട് ഉള്ള സി ജി എൽ പോലെ അല്ല, പണ്ടത്തെ 100 ക്വസ്റ്റ്യനുള്ള സി ജി എൽ പഠിക്കുന്ന ലെവലല്ല. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ തിയറംസ് ജി കെ പഠിക്കുന്ന രീതിയിൽ പഠിച്ചാലും മതി. പക്ഷെ ഇത് അത്ര രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആയിരിക്കണം. ഓക്കെ, ഇത്രയും വരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൻ ഫിഗർ എം എന്നും ആർ എമ്മും ആർ പി എന്താണ്? ഈക്വൽ ആണ്. ആയിക്കോട്ടെ. ദെൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എം പി ആർ? എം പി ആർ ഇതിന്റെ വാല്യൂ വേണ്ടത്. ഇവിടെ നോക്കി ചെയ്തൂടെ? ഇത് 102 ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. ഇത് തീറ്റ ആയതുകൊണ്ട് എക്സ്റ്റീരിയർ ആംഗിൾ തിയറം അനുസരിച്ച് ഇവിടെ ഉള്ളാക്കുന്ന എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മാണ്. ഇത് 2 തീറ്റയാണ്. പിന്നെ ഇതും ഈക്വൽ ആണ്. ഇത് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് 2 തീറ്റ ആണെങ്കിൽ ഇതും എന്താണ്? 2 തീറ്റയാണ്. 2 തീറ്റ ആണെങ്കിൽ ഇതും 2 തീറ്റയാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് നമുക്ക് 180 - 4 തീറ്റ എന്ന് പറയാം. 180 - 4 തീറ്റ എന്ന് പറയാം. ഇനി ഈ സ്ട്രേറ്റ് ലൈനിൽ ഉണ്ടാക്കുന്ന ടോട്ടൽ ആംഗിൾ എത്ര ആയിരിക്കും? 180 ആയിരിക്കും. അപ്പൊ 102 അധികം 180 - 4 തീറ്റ പ്ലസ് തീറ്റ ഈക്വൽ ടു 180 ആണ്. 180 വെട്ടി പോകും. അപ്പൊ 102 - 3 തീറ്റ ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ 102 ഈക്വൽ ടു 3 തീറ്റ എന്ന് വരും. തീറ്റ എന്ന് പറഞ്ഞാൽ 102/4 34 എന്ന് വരും. തീറ്റയുടെ വാല്യൂ 34 ആണ്. എം പി ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എം പി ആർ എന്ന് പറഞ്ഞാൽ 2 തീറ്റ ആണ്. 2 × 34 62 ആൻസർ കിട്ടും. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എഴുതാൻ ശ്രമിക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് ഒരു 2-3 വട്ടം മൈൻഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വട്ടം ഞാൻ ഈ പറഞ്ഞ കാര്യം ഒട്ടും കിട്ടുന്നില്ല എന്നുള്ളതൊന്ന് എഴുതി നോക്കും. എഴുതി നോക്കിയിട്ട് 2 വട്ടം മനസ്സിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അതേ അപ്രോച്ച് ഫോളോ ചെയ്ത് ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേന എടുക്കാതായിരിക്കും കാൽക്കുലേഷൻ ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ അപ്രോച്ചിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്തിട്ട് തീർക്കാം. ഇന്ന് നമ്മളെല്ലാം കുറെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത് കേട്ടോ. ഇതേപോലത്തുള്ള ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ മാക്സിമം നിങ്ങളുടെ വ്യൂസിനനുസരിച്ചിരിക്കും. മിനിമം 1000 വ്യൂസ് എങ്കിലും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. കാരണം ഇത്രയും ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അത്രമാത്രം എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പഴയ ഇതിലോട്ട് പോവുകയും ചെയ്യും. യെസ്, നോക്കാം. പി ക്യു ആറിന് സൈഡ് മാക്സിമം നിങ്ങൾ പഠിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പി ക്യു ആറിന് സൈഡ് പി ക്യൂം പി ആറും മെഷറിംഗ് 983, 893 യൂണിറ്റ് റെസ്പെക്റ്റീവ്ലി. പി ക്യു ആറിന് സൈഡ് ഉണ്ട്, പി ക്യൂം പി ആറും. രണ്ടാമത്തിന് സൈഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഹൗ മെനി സച്ച് ട്രയാങ്കിൾസ് ആർ പോസിബിൾ വിത്ത് ആർ ഇന്റഗ്രൽ സൈഡ്സ്? നമ്മളിവിടെ ഒറ്റ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ 3 സൈഡുകൾ എ ബി സി 3 സൈഡുകളാണെങ്കിൽ നമ്മുടെ ട്രയാങ്കിൾ ഉണ്ടാവണമെങ്കിലുള്ള പ്രോപ്പർട്ടി എന്താ? മൂന്നാമത്തെ സൈഡ് സി എന്ന് പറയുന്നത്. ഞാൻ മൂന്നാമത്തെ സൈഡ് സി എടുക്കുകയാണ്. അപ്പൊ സി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ എ മൈനസ് ബി. ബാക്കി 2 സൈഡുകളുടെ ഡിഫറൻസിനേക്കാളും വലുതായിരിക്കണം. എന്നാൽ മൂന്നാമത്തെ സൈഡ് ബാക്കി 2 സൈഡുകളുടെ സമ്മിനേക്കാളും എന്തായിരിക്കണം? കുറവുമായിരിക്കും. അപ്പൊ മൂന്നാമത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ ബാക്കി 2 സൈഡുകളുടെ സമ്മിനേക്കാളും കുറവും ബാക്കി 2 സൈഡുകളുടെ ഡിഫറൻസിനേക്കാളും കൂടുതലുമായിരിക്കും. അപ്പൊ ഇതിങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? മൂന്നാമത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബാക്കി 2 ഡിഫറൻസ് എത്ര വരും? 893 983 തമ്മിലുള്ള ഡിഫറൻസ് 90 ആണ്. 90-നേക്കാളും വലുതായിരിക്കും മൂന്നാമത്തെ സൈഡ്. ഞാനത് പി ക്യൂ പി ആർ
പി ക്യു ഉണ്ട്, പി ആർ ഉണ്ട്, ഇനി ക്യു ആർ. ഇപ്പൊ ക്യു ആർ എന്ന് പറയുന്ന സൈഡ് ആയിരിക്കും മൂന്നാമത്തത്. അത് 90-നേക്കാളും വലുതായിരിക്കും, ഇവരുടെ സമ്മിനേക്കാളും ചെറുതായിരിക്കും. സം എത്ര വരും? 98 89, 178 9 197, 1970 6, 1976, 1976 എന്തുമായിരിക്കും? 1800. ഓക്കെ, 1800 1900 ആണല്ലോ. 1700 1800 കാര്യം 900 1700 1876 കുറവായിരിക്കും. അതായത് എവിടെ മുതൽ എവിടെ വരെ? 91 മുതൽ 1875 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് പോസിബിൾ ആണ്. 91 മുതൽ 1875 വരെ ഏത് വാല്യൂ നമുക്ക് ക്യു ആറിന് പറ്റും. കാര്യം 90 കൂടുതലായിരിക്കണം, ഇതിൽ കുറവായിരിക്കണം. അങ്ങനെയുള്ള ഇന്റഗ്രൽ വാല്യൂ, ഇന്റിജർ ആയിട്ടുള്ള വാല്യൂ. 91 മുതൽ ഇത്രയും വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം. ഇതിൽ നിന്ന് 91 കുറയ്ക്കുക. 91 കുറയ്ക്കുമ്പോൾ ജസ്റ്റ് കുറച്ചാൽ മതി. 5 1 പോവാ 4, 17 9 പോയാൽ 8, 17 അതേപോലെ 1784 +1. ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് 1 ആണ്, +1. അപ്പോൾ 1785 ഓപ്ഷൻ സി കൊടുക്കാം. കാര്യം 1786 കിടന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നത്? ഇത്രയും ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാം. അപ്പോൾ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ്? പണ്ടൊക്കെ നമുക്ക് ചെറിയ നമ്പേഴ്സ് ആയിരുന്നു ചോദിക്കുന്നത്, ഇപ്പം വലിയ നമ്പേഴ്സും ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ വന്നാലും നിങ്ങൾ ടെൻഷൻ ആവാതെ ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ ജോമെട്രിയിലെ ക്വാളിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 10ഓളം ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമന്റ് ആയിട്ട് ഇതിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് പറയുക. നിങ്ങൾക്ക് ഇങ്ങനെ ക്രാഷ് കോഴ്സ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ ഇതിന്റെ ക്ലാസ് നോട്ടിൽ പ്രീവിയസ് ക്ലാസ് നോട്ടിൽ ഇട്ടിട്ടില്ല, അതുകൂടെ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മാക്സിമം സെറ്റായി പഠിച്ച് എല്ലാവരും നല്ല മാർക്കോടെ എല്ലാവർക്കും CGL കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.